അല്പനിമിഷത്തെ തിരുവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. ആമേൻ, സ്തോത്രം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. അനേക പാസ്റ്റർമാർ, അനേക ദൈവദാസന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതായ വേദഭാഗമാണ് ഇന്ന് വായിച്ചത്. അവിടെ ആമേൻ 2 കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാർത്ഥന, ആമേൻ, സ്തോത്രം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസവും ഒരിടത്ത് പറഞ്ഞതാണ്. പ്രസംഗിക്കാൻ പ്രാർത്ഥനയെപ്പറ്റി എളുപ്പമാണ്, പഠിപ്പിക്കാൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, അല്ലേ? ആമേൻ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ പ്രാർത്ഥന ജീവിതത്തിൽ ഫലപ്രദമാക്കുവാൻ, അത് വേണ്ടും വണ്ണം പോലെ ആമേൻ പ്രാവർത്തികമാക്കുവാൻ അത് എളുപ്പമുള്ള കാര്യമല്ല. ആമേൻ, സ്തോത്രം. ആമേൻ, എൻ്റെ മാതാവാണെങ്കിലും കഴിഞ്ഞ ദിവസമാണെങ്കിലും വീഡിയോ കോൾ വിളിച്ചപ്പം എന്തോ ഒരു ആവശ്യം, ഏതോ ഒരു കാര്യം പറഞ്ഞപ്പം എടുത്ത വായി എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞത് മുട്ടയിലിരിക്കും. അപ്പം അപ്പനും അമ്മയും എന്ന നിലയ്ക്ക് മക്കളെ എന്തു ചെയ്യും? പഠിപ്പിക്കും, അല്ലേ? പ്രാർത്ഥിക്കുക, മുട്ടയിലിരിക്കുക, സ്തോത്രം. പക്ഷേ നമ്മൾ മക്കൾക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും നമ്മൾ ഗുണദോഷമായി പ്രാർത്ഥന പറഞ്ഞു പഠിപ്പിക്കുമ്പോഴും എത്രത്തോളം നമ്മുടെ പഠിപ്പീരിനൊത്തവണ്ണം നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടെന്നാണ് നമ്മൾ ദൈവസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം പ്രാർത്ഥന എന്നുള്ളത്, ആമേൻ, സ്തോത്രം, എല്ലാവർക്കും പറ്റിയ കാര്യമല്ല. ആമേൻ, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതും അല്ല. സ്തോത്രം. കാരണം മുമ്പോട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പം യാക്കോബിന്റെ ലേഖനത്തിൽ, വേദപുസ്തകത്തിൽ മുഴുവനും പ്രാർത്ഥനയെപ്പറ്റി പലയിടങ്ങളിൽ പല വിധത്തിൽ പലരും പ്രാർത്ഥിച്ചതും അതിന് മറുപടി ലഭിച്ചതുമായത് നമുക്ക് കാണാം. പക്ഷെ യാക്കോബ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ആമേൻ, സ്തോത്രം, എങ്ങനെയുള്ള പ്രാർത്ഥന, എപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിറവേറ്റപ്പെടേണ്ടതെന്ന് യാക്കോബ് ആമേൻ അവിടെ മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന് അവിടെ കാണാൻ കഴിയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന. സ്തോത്രം. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന. 2, ആമേൻ, സ്തോത്രം, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഭാഷകളുടെ, വാക്കുകളുടെ, അല്ലെങ്കിൽ എന്താ ഒരു കുറച്ച് സാഹിത്യപരമായിട്ടുള്ള പ്രയോഗ ഇടമല്ല എന്ത് പ്രാർത്ഥനയുടെ സമയം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥന നമുക്ക് കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞതാണ്. എല്ലാ പ്രാർത്ഥനയും സ്വർഗം സ്വീകരിക്കുന്നില്ല, എല്ലാ പ്രാർത്ഥനയും സ്വർഗം കേൾക്കുന്നില്ല, എല്ലാ പ്രാർത്ഥനയും സ്വർഗം അംഗീകരിക്കത്തുമില്ല. സ്തോത്രം. അത് ഞാൻ പറഞ്ഞതല്ല, തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതാ. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകൂടി ആ വായിച്ച കുറിവാക്യം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധയോടെ എല്ലാവരും ഒന്ന് വായിച്ചാണ്. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, എഴുന്നേൽപ്പിക്കും, ക്ഷമിക്കും, പ്രാർത്ഥിപ്പിക്കും. അപ്പം അപ്പൊ ശ്രദ്ധയോട്, 1 വിശ്വാസത്താലുള്ള പ്രാർത്ഥന, 2 ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. സാധാ പ്രാർത്ഥന ആമേൻ ആർക്കും പ്രാർത്ഥിക്കാം, അല്ലെ? സ്തോത്രം. തെരുക്കോണുകളിലും വഴിതെരുവുകളിലൊക്കെ പാപികളാകുന്നവർ, ലോകജാതികളായപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. പാപിക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. വിശുദ്ധിയില്ലാതെ അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരുവൻ എഴുന്നേറ്റ് നിന്ന് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? വിശുദ്ധിയെ പറ്റി
പ്രസംഗിക്കാം, അതൊക്കെ എന്തും ചെയ്യാന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പലതും ചെയ്യാം. പക്ഷേ ആമേൻ, ഇത് ജീവിതത്തിനകത്ത് എത്രത്തോളം പ്രാവർത്തികമാക്കി ചെയ്യുന്നതാണോ അതാണ് സ്വർഗം കേൾക്കുന്നത്. ഒന്ന്, സാധാരണ പ്രാർത്ഥനയേക്കാൾ ചിലത് കൂടിച്ചേർത്തുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, പ്രാർത്ഥനയോട് ചിലത് കൂട്ടിയാൽ, പ്രാർത്ഥനയോട് ചിലത് ചേർത്ത് പിടിച്ചാൽ എന്താണ്? സ്വർഗം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ താൻ വിളിച്ചു പറയുന്നത്. സ്തോത്രം. എന്തൊക്കെയാ കൂട്ടേണ്ടത്? സ്വർഗത്തേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥന, സ്വർഗത്തെ നമ്മൾ കേൾപ്പിക്കുന്ന പ്രാർത്ഥന, ആമേൻ, അത് എന്തുമായിക്കൊള്ളട്ടെ, ആമേൻ സ്തോത്രം, വിശ്വാസത്തോടു കൂടി ആയിരിക്കണമെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. അപ്പം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന എന്താണ്? സ്തോത്രം, ദീനക്കാരനെ രക്ഷിക്കും. അപ്പൊ വിശ്വാസത്താലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? രക്ഷയുണ്ട്. സ്തോത്രം. ആമേൻ. വിശ്വാസത്താലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? രക്ഷ ഒരുക്കപ്പെടും. ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് റീസ്റ്റോർ എന്നാ, ഇംഗ്ലീഷ് ബൈബിളിനകത്ത് കിടക്കുന്നത് റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കപ്പെടുന്ന. അപ്പം പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസം കൂടി, അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം, വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന. അപ്പം വിശ്വാസത്താലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് ചെയ്യും? ചില രക്ഷയുടെ വാതിലുകൾ തുറക്കപ്പെടും, ചില രക്ഷയുടെ അനുഭവങ്ങൾ തുറക്കപ്പെടും. ഇത് ആമേൻ സ്തോത്രം, മുരിക്കാട്ടുകുടിയിൽ നിങ്ങളുടെ പാസ്റ്റർ പറയുന്നതല്ല, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താ ആമേൻ യാക്കോബ് എഴുതിയ തിരുവചനത്തിനകത്ത് വിളിച്ചു പറഞ്ഞതാ. എന്താണ്? വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ചിലത് പുനഃസ്ഥാപിക്കപ്പെടും, ചിലത് റീസ്റ്റോർ ചെയ്യപ്പെടും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ജീവിതത്തിനകത്ത് ചെയ്തെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ചിലതിനെ പുനഃസ്ഥാപിക്കും. അവൻ പഴയതിൽ നിന്ന്, പഴയ അനുഭവത്തിൽ നിന്ന്, പഴയ ജീവിത സാഹചര്യത്തിൽ നിന്ന്, പഴയ വിഷയത്തിൽ നിന്ന് ചിലത് റീസ്റ്റോർ ചെയ്ത്, ചിലത് പുനഃസ്ഥാപിച്ച് സ്വർഗ്ഗം അതിന് മറുപടി തരുമെന്ന് വചനത്തിലൂടെ നമ്മളോട് ഒരുമിച്ച് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ടായിരിക്കണം? വിശ്വാസം ഉണ്ടാകണം. കുറച്ച് വാക്കുകൾ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ആമേൻ സ്തോത്രം എന്താ? ഒരു കാര്യമില്ല. കാര്യം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആമേൻ പകൽ തിരിച്ചറിഞ്ഞോണം. ഇന്ന് വിശുദ്ധ ആരാധനയിൽ മനസ്സിലാക്കിക്കോണം, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് മുഴുവന് മുഴങ്കാലൊക്കെ എപ്പോഴൊക്കെ മടക്കുന്നു, അതിനകത്ത് വിശ്വാസത്തോട് കൂടിയുള്ള പ്രാർത്ഥന ചിലത് പുനഃസ്ഥാപിക്കപ്പെടും. സ്തോത്രം. ചിലത് പുനഃസ്ഥാപിക്കപ്പെടും. അടുത്തത് ആമേൻ അവിടെ പറയുന്ന ഒരു കാര്യമാണ്. അടുത്ത താഴോട്ട് വായിച്ചാട്ടെ. രക്ഷിക്കും, ദീനക്കാരനെ രക്ഷിക്കും. അടുത്തത് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. മതി, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. ഒന്ന്, വിശ്വാസത്താലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? രക്ഷയുണ്ട്. രണ്ട്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? ഒരു എഴുന്നേൽപ്പുണ്ട്. ഇന്ന് പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, വീണ് കിടന്ന് തളർന്നിരിക്കാനല്ല ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിന്നോട് പറയുന്നത്. നീ തളർന്നിരിക്കാനല്ല, വീണിരിക്കാനല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. തിരുവചനം പറയുന്നു, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഇന്ന് പകൽ പറയാ എഴുന്നേൽപ്പിക്കാൻ സർവശക്തനാണ് നമ്മുടെ കർത്താവ്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന നിന്റെ മുറിക്കകത്ത് വെളിപ്പെടട്ടെ, നിന്റെ പായയിൽ വെളിപ്പെടട്ടെ, നിന്റെ കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ, നിന്റെ ആരാധനയിൽ വെളിപ്പെടട്ടെ. സ്തോത്രം. വീട്ടിനകത്ത്, മുറിക്കകത്ത് വിശ്വാസത്തോട് കൂടിയുള്ള പ്രാർത്ഥന ഉണ്ടായിട്ട് എത്ര കാലമായി? സ്തോത്രം. കുറുക്ക് വഴിയൊന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. വീണു, ശരിയാ,
വീണു. ദൈവമക്കളെ, നമ്മൾ വീണെന്നേ, പല മേഖലകളിൽ വീണെന്നേ. പക്ഷേ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ സന്നദ്ധനാ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ പറയാം, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന നീ വീണടത്തു നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. വീണടത്തു നിന്ന് എഴുന്നേൽപ്പിക്കും. എന്താ? വിശ്വസിച്ചോ, വിശ്വസിച്ചോ. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചോ. എൻ്റെ കർത്താവ് കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവർ, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവരാണെങ്കിൽ എൻ്റെ സാഹചര്യം മാറും, എൻ്റെ അവസ്ഥ മാറും, എൻ്റെ അനുഭവം മാറും, എൻ്റെ വിഷയം മാറും, എൻ്റെ ദുഃഖം മാറും, എൻ്റെ കഷ്ടം മാറും, എൻ്റെ പ്രയാസം മാറും, എൻ്റെ വേദന മാറും, എൻ്റെ നിന്ന മാറും. എൻ്റെ മേലുള്ള ദൈവിക നിയോഗങ്ങൾ അത് നിവർത്തീകരിക്കപ്പെടും. എന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന എന്നെ വീഴ്ത്തുകയല്ല, എന്നെ ഇരുത്തുകയല്ല, എന്നെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തിന്റെ പ്രാർത്ഥന ഇരുത്തിക്കളയുന്നതല്ല. വിശ്വാസത്താലുള്ള പ്രാർത്ഥന ദൈവമക്കളെ ഒരു മൂലയിൽ ഒതുക്കി ഇരുത്താനല്ല. ആമേൻ. അത് എഴുന്നേൽപ്പിക്കുന്നതാ, അത് എഴുന്നേൽപ്പിക്കുന്നതാ വിശ്വാസത്തോടെ. ഇന്ന് ചങ്കിനകത്ത് ഹൃദയത്തോട് തന്നെ ഒന്ന് പറ, ആ ഹൃദയത്തോട് കൈ ഒന്ന് ചേർത്ത് വെച്ച് പറ, ആമേൻ, സ്തോത്രം. എൻ്റെ വിശ്വാസത്താലുള്ള പ്രാർത്ഥന എന്നെ ഒതുക്കിക്കളയുകയല്ല ചെയ്യുന്നത്, എന്നെ ഇരുത്തിക്കളയുകയല്ല ചെയ്യുന്നത്, എന്നെ എഴുന്നേൽപ്പിക്കുന്നതാ, എന്നെ എഴുന്നേൽപ്പിക്കുന്നതാ, എന്നെ എഴുന്നേൽപ്പിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത്, ആമേൻ, സ്തോത്രം. ദരിദ്രൻ, ആമേൻ, സ്തോത്രം, ദീനക്കാരനെ രക്ഷിക്കും കർത്താവിനെ. രണ്ടാമത്തത് എഴുന്നേൽപ്പിക്കും. അടുത്തത്, പാപം ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരോട് ക്ഷമിക്കും? പാപിയോട്. ശ്രദ്ധിച്ച്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന കർത്താവ് എന്ത് ചെയ്യും? ക്ഷമിക്കും, ക്ഷമിക്കും. അവിടുത്തെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കകത്ത് വ്യക്തമായി പറയുന്നത്, ഇഫ് ഹി ഹാവ് കമ്മിറ്റഡ് ടു സിൻ എന്ന് പറഞ്ഞാൽ പാപവുമായി കമ്മിറ്റഡ് ആയി കിടക്കുന്ന, എന്ന് പറഞ്ഞാൽ പാപ സ്വഭാവവുമായി ആ ഒരു ബന്ധം പുലർത്തി, ആമീൻ, വിട്ടുമാറാൻ കഴിയാത്ത, ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, ആമീൻ, അതുമായി ഒരു കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാള വാക്ക്, ആമീൻ, സ്തോത്രം, അത് ഉടമ്പടി. ആമീൻ, ഉടമ്പടി ചെയ്ത് എന്ന് പറഞ്ഞാൽ ചില പാപ സ്വഭാവത്തോട് നമുക്ക് എന്തുണ്ട്? നമ്മൾ അറിഞ്ഞും അറിയാതെയും ചില ഉടമ്പടികളുണ്ടല്ലേ? സ്തോത്രം. ഉണ്ട്. നമുക്കതിനെ തീർത്തും നിരാകരിക്കാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവ് പറയുന്നു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ എന്ത് ചെയ്യുക? കർത്താവ് അവനോട് ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ അവൻ കമ്മിറ്റഡായി ഉടമ്പടി ചെയ്ത് കിടക്കുന്ന, വ്യവസ്ഥ ചെയ്ത് കിടക്കുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് കർത്താവ് അവനെ ക്ഷമിച്ച് എന്ത് ചെയ്യും? അവനോട് സ്തോത്രം, ഹല്ലേലൂയ, ക്ഷമ കാണിച്ച്, ദീർഘക്ഷമ കാണിച്ച് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം വലിയ കൊടിയ പാപം ഒന്നും ചെയ്തില്ലെങ്കിലും, പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് പാപം എന്ന് പറയുന്നത് എന്തുവാ? സ്തോത്രം, ആമേൻ, ലഹരി പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ അല്ലേ മോഷണം, സ്തോത്രം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വലിയ എടുത്തു പറയത്തൊക്കെയുള്ള പാപങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ന്യായീകരിച്ചും പറഞ്ഞും പിടിച്ചൊക്കെ നിൽക്കുന്നത്. പക്ഷേ പാപത്തിൻ്റെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ എന്തുവാ? സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അത് എണ്ണിയാൽ തീരാവുന്നതിലും അപ്പുറമാണ്. അപ്പം ഏത് പാപ സ്വഭാവത്തിലും നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന, ഉടമ്പടിയായിട്ട് ഒരു സഹവാസത്തിൽ നിൽക്കുന്നു. ആമേൻ, സ്തോത്രം. ഇത്രയും നാൾ ആമേൻ, സ്തോത്രം, ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടും ഒക്കെ അതിൽ നിന്ന് ആമേൻ ഒരു റിക്കവർ, ഒരു റീസ്റ്റോർ, അത് നമ്മൾ വായിച്ചതിന് തൊട്ട് മുമ്പേ കിടക്കുന്നുണ്ട്. ആമേൻ, പുനഃസ്ഥാപിക്കുക. ആമേൻ, അവനെ എന്ത് ചെയ്യും? റീസ്റ്റോർ ചെയ്യും എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കും. വീണ്ടും എന്ത് ചെയ്യും? അവനെ കർത്താവ് മടക്കി വരുത്തും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് പുനഃസ്ഥാപിക്കപ്പെടും. അതിനകത്ത് അവന് പാപക്ഷമയുണ്ട്, അവന് രക്ഷയുണ്ട്, അവന് എഴുന്നേൽപ്പുണ്ട്. ഇത് അവസാനിച്ചു എന്ന്, ഇതുകൊണ്ട് ഞാൻ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത് ദൈവമക്കളെ. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത് അവസാനിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നീ ഫുൾ സ്റ്റോപ്പ് അവിടെ ഇടുമ്പോൾ ആ ഫുൾ സ്റ്റോപ്പിനെ മാറ്റി എൻ്റെ കർത്താവ് ഒരു എക്സ്ക്ലമനേഷൻ മാർക്ക് ആക്കി തരും. ആമേൻ, സ്തോത്രം. വിശ്വസിക്കാമോ? ഈ തിരുവചനത്തെ വിശ്വസിക്കാമോ? ഞാൻ പറയുന്ന എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട, എൻ്റെ വാക്കിനെ വിശ്വസിക്കേണ്ട, പക്ഷെ തിരുവചനത്തെ നീ വിശ്വസിച്ചോണം. തിരുവചനം നിന്നോട് എന്താണോ ആഹ്വാനം ചെയ്യുന്നത്, തിരുവചനം എന്താണോ നിന്നെ ബോധ്യപ്പെടുത്തുന്നത്, അതിനെ നീ മുറുകെ പിടിക്കാൻ തയ്യാറായ ആമേൻ, അവൻ എഴുന്നേൽപ്പിക്കും, അവൻ രക്ഷിക്കും, അവൻ എഴുന്നേൽപ്പിക്കും, അവൻ രക്ഷിക്കും, അവൻ സൗഖ്യമാക്കും, അവൻ നിലനിർത്തും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. അടുത്തത് ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. യാക്കോബിന്റെയും യേശാവിന്റെയും കാര്യം നമുക്ക് നന്നായി അറിയാം അല്ലേ? ജ്യേഷ്ഠാവകാശത്തെ പറ്റി, സമ്പത്തിനെ പറ്റി, സ്വത്തിനെ പറ്റി, അല്ലേ? സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ എന്താ സ്തോത്രം അവിടെ സംഭവിച്ചത് നമുക്ക് നന്നായിട്ട് അറിയാം.
സ്തോത്രം. ഈ അതിനു മുന്നമേ ഒരു കാര്യം, ഈ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പം ഫലകരമായ പ്രവൃത്തികൾ, സ്തോത്രം, ഹല്ലേലൂയ, എന്ത് ചെയ്തു? ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ അത്ഭുതമൊക്കെ നടന്നത് എവിടാ? അതിൻ്റെ അടിത്തറ എന്തുവാ? അടിത്തറ, അത്ഭുതങ്ങൾ നടക്കാനുള്ള അടിത്തറ യേശുവിൻ്റെ ശുശ്രൂഷയിൽ വിശ്വാസമാണ്. കാരണം നോക്കിക്കേ, ഇപ്പോൾ കാനാവിലെ കല്യാണത്തിനൊക്കെ അതെല്ലാം ശരിയാ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ എന്ത് ചെയ്തു? യേശു പറയാ 5 അപ്പം ഉണ്ട്, ഇരുത്തിക്കൊള്ളാൻ പറഞ്ഞു. അതൊരു എത്രമാത്രമുള്ളൊരു വിശ്വാസം അല്ലേ? സ്തോത്രം. ഇരുത്തിക്കോ. ശിഷ്യന്മാർ നോക്കുമ്പോൾ എന്തുവാ? 5 അപ്പം 2 മീൻ. മനുഷ്യന്റെ കണ്ണിൽ നോക്കുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ യേശു എന്തുവാ പറയുന്നല്ലേ? എന്തുവാ കാണിക്കുന്നേ? പക്ഷെ യേശു പറഞ്ഞു പന്തിക്കകത്ത് ഇരുത്തിക്കോളാൻ. ഒരു ഫെയ്ത്ത്, ഒരു വിശ്വാസം. ആ അങ്ങനെയുള്ള സകല അത്ഭുത പ്രവൃത്തികളിലും എന്തുണ്ടായിരുന്നു? വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കേണ്ട. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. സ്തോത്രം. ശിഷ്യന്മാരുടെ ആഗ്രഹമാണ് എന്താ? കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്, ശുശ്രൂഷ കാണുന്നുണ്ട്, ശുശ്രൂഷ കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് എന്താ? ചിലതിനെ ഉൾക്കൊള്ളാൻ, ചിലതിനെ അംഗീകരിക്കാൻ, ചിലതിനെ ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്താ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഞങ്ങളുടെ ചിന്ത കൊണ്ട് ഞങ്ങൾ അളക്കുക. അതുകൊണ്ട് യേശുവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്താ? ഞങ്ങളുടെ വിശ്വാസം ഒന്ന് എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചു തരണം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസത്തോട് കൂടിയുള്ള പ്രാർത്ഥന കഴിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ശിഷ്യന്മാരും മറ്റാരോടും അല്ല ചോദിച്ചത്, കർത്താവിനോടാണ് ചോദിച്ചത്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. സ്തോത്രം. അപ്പൊ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും കോൺസെൻട്രേഷൻ, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? ഭയങ്കര ഫലമാണ്. അതുകൊണ്ട് ആ വാക്യത്തിന് അവസാനം പറയുന്നത് എന്താണ്? ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പൊ ഫലമുള്ള പ്രാർത്ഥന കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം ഉണ്ടാകണം, ശ്രദ്ധ ഉണ്ടായിരിക്കണം. നമ്മൾ 9 മണിയായപ്പോൾ ആരാധന തുടങ്ങി. സമയം 11 മണി, 2 മണിക്കൂർ. ഇനി അവസാനിപ്പിക്കുമ്പോൾ 11:30 നമ്മൾ അവസാനിപ്പിക്കുക. അതിന് മുന്നമയോ അന്നേരവും ആയിക്കൊള്ളട്ടെ. 2.5 മണിക്കൂറത്തെ ആരാധനയ്ക്കകത്ത് നാം എവിടെയെല്ലാം സഞ്ചരിച്ചു? ഞാൻ കണ്ണു തുറന്നു നോക്കി ഇവിടെ പലരും സഞ്ചരിച്ചു. എനിക്ക് തോന്നുന്നത് സോദർ ഇന്ത്യയൊക്കെ വിട്ടു. സോദർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ല. ദൈവസന്നിധി പ്രാർത്ഥനയ്ക്കകത്ത് ശ്രദ്ധയില്ല, ആരാധനയ്ക്കകത്ത് ശ്രദ്ധയില്ല. സത്യമല്ലേ? 2.5 മണിക്കൂർ, 24 മണിക്കൂർ ഒരു ദിവസം. ആ 24 മണിക്കൂറിൽ 2.5 മണിക്കൂർ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ്. അതും 7ാമത്തെ ദിവസമാണെന്ന് ഓർത്തോണം. സ്വത്രം. എന്നുമില്ല. ആഴ്ച 7 ദിവസം, 7 ദിവസത്തിൽ എത്ര മണിക്കൂർ? ആ ഇത്രയും ഭാഗ്യമായ മണിക്കൂറിൽ 2.5 മണിക്കൂർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആ 2.5 മണിക്കൂറിൽ എത്ര മണിക്കൂർ നമ്മൾ ദൈവസന്നിധിയിൽ ശ്രദ്ധയോടിയിരിക്കുന്നു? സ്വത്രം. അപ്പം ശ്രദ്ധയ്ക്കകത്ത് എന്തുള്ള മാമേ? ഫലവും. ഇതാർക്കറിയാം? നമ്മളെക്കാളും പിശാചിനറിയാം. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മുടെ ശ്രദ്ധ മുഴുവനും കോഴിക്കോടിൻ്റെ കഥ അടച്ചോ അല്ലേ, അടുക്കള വാതിൽ അടച്ചോ, അല്ലെങ്കിൽ നാളെ എന്നെ കറി വെക്കും അല്ലേ, പിള്ളേരുടെ കാര്യം നാളെ എന്താകും, അല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാൻ എന്നെ പ്രതിയാക്കി പറയാമല്ലോ, നാളെ എന്ത് ചെയ്യും, നാളെ എന്ത് മെസ്സേജ് പറയും, നാളെ അടുത്ത മീറ്റിംഗ് എങ്ങനെ പോകും അല്ലേ. സ്തോത്രം. ഇതൊക്കെ എവിടെയാ? പ്രാർത്ഥന സമയത്താ, ആരാധന സമയത്താ. ഇതാർക്കറിയാം? പിശാചിന് വ്യക്തമാണ്, നമുക്ക് വ്യക്തമല്ലെങ്കിൽ അവനറിയാം. നമ്മുടെ അകത്ത് ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ചിലത് ഫലം കിട്ടുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണം. ആമേസ്തോത്രം. നമ്മുടെ വിടുതൽ നമ്മുടെ കയ്യിലാണ്. ആമേസ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടതായ ഫലവും വിടുതലും അയലക്കംകാരൻ്റെ കയ്യിലല്ല. ആമേസ്തോത്രം. ഹല്ലേലൂയ. ശകുനവാദിയുടെ കയ്യിലല്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കേണ്ടത് ആമേസ്തോത്രം അടുത്തുള്ളവന്റെ നേർച്ച കാഴ്ചകളൊന്നും അല്ലെന്നേ. നമ്മുടെ
നമ്മുടെ ഫലമായ വിടുതല് നമ്മുടെ കൈക്കകത്താ. ആമേൻ. ചുരുക്കത്തിൽ പറഞ്ഞ നിങ്ങൾക്കും എനിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ അല്പനിമിഷമാണോ ഇരിക്കുന്നത്, അതിനകത്ത് അല്പ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും, വളരെ ഫലപ്രദമായിരിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനമെടുത്തു. ആമേൻ. ദാവീദ് എന്താണെന്നറിയാമോ? ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് സ്തോത്രം. ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിന് സാക്ഷ്യം സ്വർഗം കൊടുത്തത് എന്തുകൊണ്ടാ? ആമേൻ. സ്വർഗത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് എപ്പോഴൊക്കെ ഇരുന്നു അവിടെ വ്യക്തമാണ് വചനം പഠിപ്പിക്കുന്നു. ദാവീദോ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു. അതുകൊണ്ട് എന്താ സ്തോത്രം, തൻ്റെ ജീവിതത്തിൽ ഫലമില്ലാതായി ഒരു വിഷയവും പോയിട്ടില്ല. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മള് ശ്രദ്ധയോടുകൂടി. ശ്രദ്ധയ്ക്കകത്ത് എന്തുണ്ട്? റിസൾട്ട് ഉണ്ട്. സ്തോത്രം. ശ്രദ്ധയ്ക്കകത്ത് എന്തുണ്ട്? ഫലമുണ്ട്. ഈ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് പ്രയർ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള, എഫക്റ്റ് ചെയ്യുന്ന പ്രാർത്ഥനയാണ് എന്ത്? ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. അപ്പൊ ചിലതൊക്കെ എഫക്റ്റീവായിട്ട് പ്രതിഫലിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ടാകണം? മാമേ, ശ്രദ്ധയുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. നമ്മൾ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ആമീൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധ നഷ്ടപ്പെടുത്തിയ എന്തില്ല? ഫലമില്ല. സ്തോത്രം. ഫലം വേണോ മക്കളെ? ഫലം വേണോ? പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ റിസൾട്ട് വേണോ? റിസൾട്ട് വേണോ? സ്തോത്രം. ആമീൻ. മറ്റൊന്നും ചിന്തിക്കരുത്. കർത്താവിന്റെ സന്നിധിയിൽ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചോണം. ആമീൻ. റിസൾട്ട് വേണോ? പ്രാർത്ഥനയ്ക്ക് മറുപടി വേണോ? കുറുക്കു വഴിയില്ല. തിരുവചനം പറയുന്നു ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. സ്തോത്രം. അപ്പം നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യാക്കോബും യേശാവിനെ പറ്റി നമുക്കറിയാം അല്ലേ? യേശുവിൻ്റെ അവകാശം ഒക്കെ പറഞ്ഞ് എന്താ അവകാശത്തെ ചൊല്ലി, അപ്പൻ്റെ കൈവെപ്പിനാൽ ലഭിക്കപ്പെടുന്ന അനുഗ്രഹത്തെ ചൊല്ലി, അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ ആ പെരയ്ക്കകത്ത് എന്താ ഒരു അന്തർധാരയിൽ എന്തുവാ നടക്കുക. സ്വന്തം വീട്ടില് സ്തോത്രം ഒരു അന്തർധാരയിലുള്ള ചില വിഷയങ്ങൾ നടക്കുക. അപ്പൻ്റെ അനുഗ്രഹം മേടിക്കാൻ ആര് നിൽക്കുന്നു? സ്തോത്രം, യാക്കോബ് നിൽക്കുന്നു അല്ലേ? സ്തോത്രം. അവകാശത്തെ പറ്റി ഉള്ള വിഷയങ്ങൾ നടക്കുന്നു. അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. അവിടെ ശ്രദ്ധിച്ച് അമ്മയുടെ ഓമനപുത്രനായ സ്തോത്രം യാക്കോബ് അപ്പൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കൈവശമാക്കിയപ്പോൾ എന്താണ്? സ്തോത്രം. അവിടുത്തെ അന്തരീക്ഷം മാറി. സ്തോത്രം. അയ്യോ, ശ്രദ്ധയെപ്പറ്റി പ്രസംഗിച്ച് തീർന്നില്ല. സ്തോത്രം. ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കും. അപ്പൻ്റെ അനുഗ്രഹം കൈവശമാക്കിയ യാക്കോബ് ആ നിമിഷം തൊട്ട് എന്തായി? പെരയ്ക്കകത്ത് അന്തരീക്ഷം മാറി എന്ന് പറഞ്ഞാൽ സ്തോത്രം. അമ്മയ്ക്ക് മനസ്സിലായി എന്ത്? ചേട്ടന് അനിയനെ തട്ടും, ചേട്ടൻ അനിയനെ തട്ടും. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മയായവള് യാക്കോബിനെ എന്ത് ചെയ്തു? സ്തോത്രം. ആങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു, രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. സ്തോത്രം. അപ്പൊ അനുഗ്രഹം പ്രാപിച്ച് യാക്കോബ് എവിടെ പോയി? അമ്മാച്ചന്റെ അവിടെ പോയി. അമ്മാച്ചന്റെ അവിടെ പോയിട്ട് എത്ര വർഷം ഇരുന്നു? 20 വർഷം അവിടെ. 20 വർഷമായപ്പോഴേക്കും ഒന്നുമില്ലാതെ പോയ യാക്കോബ് അമ്മാച്ചനേക്കാളും വളർന്നു. സ്തോത്രം. ആമേൻ. ഇത് കണ്ടപ്പോൾ അമ്മാച്ചന് ചെറിയൊരു സ്തോത്രം. ആമേൻ. ആമേൻ. വേഗം പോട്ടെ. അപ്പൊ 20 വർഷത്തിന് ശേഷം യാക്കോബ് എന്ത് ചെയ്യാ? വീണ്ടും എവിടെ വരുക? സ്തോത്രം. എന്റെ കൂടെ വരണം. യാക്കോബ് 20 വർഷത്തിന് ശേഷം വരുമ്പോഴും തൻ്റെ ആടുമാടുകളും ബഹുജനമായ സകല സമ്പത്തുക്കളും നന്മകൾ കൊണ്ട് യാക്കോബ് നടന്നു വരുമ്പോഴും ചങ്കിനകത്തൊരാദിയുണ്ട്. എന്താ? ചേട്ടന്റെ പിച്ചാട്ടിപ്പിടിയില് തീരും. സമ്പത്തുണ്ട്, അപ്പൻ്റെ അനുഗ്രഹം കിട്ടിയ നന്മയുണ്ട്, എല്ലാം ഉണ്ട്, സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അകത്തൊരാദി, അകത്തൊരു ഭീതി. എന്താ? ചേട്ടൻ കരുതിയിരിക്കുന്ന ആയുധത്തിന്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം. അതിനെന്ത് ചെയ്തു? ആമീൻ. യാബോക്കിന്റെ കടവിലായപ്പോൾ ആടുമാടുകളെ സകലതിനെയും അക്കരെ കയറ്റിയിട്ട് താനൊരു പരിപാടി ചെയ്തു.
ആമേൻ, തിരുമുമ്പിൽ വെളിപ്പെട്ടതായ ദൈവപുരുഷനുമായിട്ട് എന്ത് ചെയ്തു? ശകലം മണിക്കൂർ ഇരുന്ന് എന്ത് ചെയ്തു? സ്തോത്രം, മല്ല് പിടിച്ചു. എങ്ങനെയുള്ള മൽപിടുത്തം? സ്തോത്രം, ശ്രദ്ധയോടെ, കോൺസെൻട്രേഷനോട് കൂടിയുള്ള ഒരല്പം മണിക്കൂർ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? 20 വർഷത്തെ പ്രതിസന്ധി മാറാൻ ആമേൻ യാക്കോബിന്റെ കടവിൽ യാക്കോബ് ഇരുന്നത് കുറച്ച് മണിക്കൂറേ ഉള്ളായിരുന്നു അച്ഛാ. ആമേൻ സ്തോത്രം. ആ മണിക്കൂറിനകത്ത് ശ്രദ്ധയുണ്ടായിരുന്നു. ഇന്ന് പകൽ അതിനകത്തു നിന്നൊരു ദൂത് ഞാൻ പറയാം. ആമേൻ, 20 വർഷം നീണ്ടു നിന്ന പ്രശ്നത്തെ സ്വർഗം മിനിറ്റ് കൊണ്ട് പരിഹരിച്ചത് അല്പനിമിഷമായ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു മൽപിടുത്തമാ. ഇന്ന് ആമേൻ രാവിലെ ഈ പ്രഭാത ആരാധനയ്ക്കകത്ത് എനിക്ക് വിളിച്ചു പറയാനുണ്ട്. നിന്റെ നാളുകളായി, ദീർഘനാളുകളായി ആമേൻ നിന്റെ അകത്ത് കുടികിടക്കുന്നതായ പ്രതിസന്ധിയെ വഴിമാറ്റ എന്റെ കർത്താവിന് അധികം നിമിഷമൊന്നും വേണ്ട. ആമേൻ, പകരം നിന്റെ ഹൃദയം അല്പനിമിഷം ശ്രദ്ധയോടുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നിന്നെ തകർക്കുമെന്ന്, നിന്നെ തീർക്കുമെന്ന്, നിന്റെ ചങ്കിനകത്ത് ആദി കയറ്റിയ വിഷയത്തെ പരിഹരിക്കുക സ്വർഗസ്ഥനായ പിതാവ് നിന്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ അതിനെ മുറുകെ പിടിക്കുക നീ തയ്യാറാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം 20-ലധികമായ വർഷത്തിലെ വിഷയം, സ്തോത്രം, അരമണിക്കൂറത്തെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് ചെയ്തു? സ്തോത്രം, എഫക്റ്റീവ് പ്രയർ, റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? സ്വയം ഒന്ന് ചിന്തിച്ചോ, സ്വയം ഒന്ന് ശോധന ചെയ്തോ, എത്രമാത്രം ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന നിങ്ങൾക്കും എനിക്കും ദൈവസന്നിധിയിൽ കഴിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രമാത്രം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ. ഈ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വേറൊരു ഭാഗത്ത് തന്നെ ചിന്തിപ്പിച്ചതുണ്ട്. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വേറൊരു ഭാഗത്ത് ചിന്തിച്ചത്, സ്തോത്രം, അത് മറ്റെങ്ങുമല്ല. നമ്മളെപ്പോഴും പറയുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുമ്പോഴുള്ള സമയത്ത് പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 5. സ്തോത്രം. സഭ എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അപ്പൊ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചപ്പോഴാണ് സഭയ്ക്ക് എന്ത് ചെയ്തത്? സ്തോത്രം, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന കഴിക്കാൻ ഒരു തോന്നലുണ്ടായത്. ആമേൻ. ഇവിടെ നോക്കിക്കേ, സഭയുടെ പ്രാർത്ഥന കൂടിയ നമുക്കറിയാം. അതിലേക്ക് നമുക്ക് കയറാം. സ്തോത്രം. നോക്കിക്കേ, ഈ സഭയ്ക്കകത്തിരുന്ന് ഇത്രയും പേരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിന്റെ സാഹചര്യം വളരെ മോശമാണ്, അല്ലേ? ചില പ്രശ്നമാണ്. നോക്കിക്കേ, നമ്മൾ മുരിക്കാട്ടുകുടിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി, ഒരു സഹോദരൻ, ഒരു സഹോദരി അഥവാ മറൊരു ദേശത്ത് എന്ത് ചെയ്യുന്നു? കഷ്ടപ്പെടുക, പ്രയാസപ്പെടുക. സ്തോത്രം. പത്രോസിന് അവിടെ താഴേക്ക് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് വായിച്ചേ, 5 തൊട്ട് താഴോട്ട് വായിച്ചേ. തലേ രാത്രിയിൽ മതി. പത്രോസ് 2 ചങ്ങല. സഭ എവിടെ ഇരിക്കുന്നു? പ്രാർത്ഥന എവിടെ കൂടുന്നു? സഭയ്ക്കകത്ത്, അല്ലേ? സഭയ്ക്കകത്തല്ല, ക്ഷമിക്കണം, സഭയിലെ അംഗത്വങ്ങൾ അവൻ ഒരിടത്ത് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. ശ്രദ്ധയുള്ള പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ മറുവശത്ത് പത്രോസ് 2 ചങ്ങല, അടുത്തത് 2 പടയാളികൾ, വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ. സ്തോത്രം. ഇതകത്ത കാര്യമാണ് പറയണേ. പുറത്ത് വേറെ സന്നാഹം ഉണ്ടെന്നേ. ആമേൻ, സ്തോത്രം. പുറത്ത് വേറെ സന്നാഹമുണ്ട്. ഇതകത്ത കാര്യം പറയണേ. ജയിലിനകത്ത് താൻ കിടക്കുന്ന സാഹചര്യം പറയണേ. 2 ചങ്ങല, 2 പടയാളി, 2 കാവൽക്കാർ. പുറത്ത് വേറെ സംവിധാനമാണ്. സ്തോത്രം. ഈ വിഷയത്തിനകത്ത് പത്രോസ് കിടക്കുമ്പം സഭ എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇനി ആമേൻ, അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കിക്കേ, 10-ാമത്തെ വാക്യത്തിനകത്ത് അകത്ത് സംവിധാനത്തെക്കാൾ പുറത്തുള്ള സംവിധാനം. ഒന്നുകൂടെ വായിച്ചോ. 1-ാം കാവലും
രണ്ടാമത്തെ കാവലും. നോക്കിക്കേ, അപ്പൊ ജയിലിനകത്ത് മാത്രമല്ല വാതിലുള്ള എവിടെയുണ്ട്? പട്ടണത്തിനും എന്തുണ്ട്? സ്തോത്രം. ആമീൻ. ആ ജയിലിന്റെ സമുച്ചയം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. അകത്ത് ചങ്ങല, ആമീൻ, അതിന്റെ പുറത്ത് 2 പടയാളി, 2 കാവൽക്കാർ, വീണ്ടും 1-ാം വാതിൽ കഴിയണം, 2-ാം വാതിൽ കഴിയണം, 3-ാമത്തത് എവിടെയാ? പട്ടണത്തിന്റെ വാതിലും കഴിയണം. എങ്കിലേ പത്രോസിന് പുറത്തു പോകാൻ കഴിയത്തുള്ളൂ. പക്ഷെ നോക്കിക്കേ, ആമേൻ, സ്തോത്രം, സഭയുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് വാതിലും പൂട്ടും പ്രശ്നമല്ല. സ്തോത്രം. ദ എഫക്റ്റീവ് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഫലം. ഇന്ന് പകൽ ദൈവ പൈതലെ, നിന്റെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, എൻ്റെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കട്ടെ, ചില വ്യത്യാസങ്ങൾ സംഭവിക്കട്ടെ. അടഞ്ഞുകിടന്നതിനെ തുറക്കുവാൻ കരുത്തുള്ളവൻ, ആമേൻ, അരുമനായകൻ നമ്മുടെ നടുവിൽ ഉള്ളപ്പോ നീ പിന്നെ എന്തിനെ അചഞ്ചലപ്പെടുന്നു? ആമേൻ, ഒറ്റ കാര്യം നീ ചെയ്താൽ മതി. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, കോൺസെൻട്രേഷനോടുകൂടിയുള്ള പ്രാർത്ഥന. പട്ടണവാതിലിനെ തുറക്കാൻ കഴിയുമെങ്കിൽ, ചങ്ങലകളെ അഴിപ്പാൻ കഴിയുമെങ്കിൽ, കാവൽക്കാരെയും പടയാളികളെയും ഭേദിച്ച് പുറത്തു വരുവാൻ കഴിയുമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് നിസ്സാരമല്ല. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് ചെറുതല്ല, ചെറുതല്ല, ചെറുതല്ല. അത് ചെറുതല്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇതെന്തോ സ്വതവേ തുറന്നെന്നാ പറയണേ. സ്വതവേ. നോക്കിക്കേ, ഈ 12-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. 12-ാം വാക്യം ഒന്ന്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം യോഹന്നാന്റെ അമ്മയുടെ വീട്ടിൽ എന്ത് ചെയ്യാ? ചെന്നു. മതി 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 മതി. അപ്പം പ്രാർത്ഥന എവിടെ നടക്കണേ? യോഹന്നാന്റെ അമ്മയുടെ സ്വന്തം മറിയുടെ വീട്ടില് പ്രാർത്ഥന നടക്കുക. അവിടെ അടുത്ത ഭാഗം പറയുന്നുണ്ട്, അവിടെ അനേകര്. അപ്പോ ശ്രദ്ധിച്ചേ, ആളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിലും വെച്ചാൽ ശ്രദ്ധ പോയിട്ടില്ല. സ്തോത്രം. മനസ്സിലായില്ല? ഇവിടെ ആള് കുറഞ്ഞാലും ആള് കൂടിയാലും ഇവിടെ എന്തില്ല? ശ്രദ്ധയില്ല. പക്ഷെ അവിടെ നടക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് അനേകർ കൂടിയിരിക്കുന്നു. പക്ഷേ കൂടിയവരെ ആരെയും നോക്കാൻ പോകുന്നില്ല. ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധയോടുകൂടി നിന്റെ കോൺസെൻട്രേഷൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, നോക്കാൻ ഒരു മുഖമേ ഉള്ളൂ. അത് സ്വർഗത്തിന്റെ മുഖമാ. ആമേൻ, സ്തോത്രം. യോഹന്നാന്റെ അമ്മയുടെ, ആമേൻ, സ്തോത്രം, വീട്ടിൽ കൂടിയ പ്രാർത്ഥനയ്ക്കകത്ത് എന്താണെന്ന് അറിയാമോ? ഒറ്റ ലക്ഷ്യമേ ഉള്ളച്ച. എന്ത് ചെയ്യണം? ആമേൻ, പത്രോസ് പുറത്തു വരണം. ആമേൻ, സ്തോത്രം, പത്രോസ് പുറത്തു വരണം. വേറെ ഒന്നുമല്ല അവരുടെ വിഷയം, വേറെ ഒന്നുമല്ല അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. പത്രോസ് പുറത്തു വരണം. ഇന്ന് പകൽ നീ ഏത് വിഷയം ആ വിഷയത്തെ ഫോക്കസ് ചെയ്തിട്ട് ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുക. ആമേൻ, സ്തോത്രം. അതിന് സൈഡ് എഫക്റ്റ് എന്തുണ്ടാകും? നാളെ അതുമൂലം എന്ത് സംഭവിക്കും? നാളെ അതുമൂലം എന്തുണ്ടാകുമെന്നല്ല നിന്റെ ചിന്ത. ആമേൻ, പത്രോസ് പുറത്തു വരണം. ആമേൻ, എന്റെ വിഷയം മാറണം, എന്റെ വിഷയം മാറണം, എന്റെ വിഷയം മാറണം. ഇന്ന് പകൽ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു. നിന്റെ ശ്രദ്ധ മാറരുത്, നിന്റെ ശ്രദ്ധ മാറരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മൾ ഹൈവേകളിലൊക്കെ പോകുമ്പോൾ പല സൈൻ ബോർഡ് കാണാറുണ്ടല്ലേ? ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു. അപ്പൊ ശ്രദ്ധ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. നോക്കിക്കേ, എന്നെ ചിന്തിപ്പിച്ചത്, സഭ ശ്രദ്ധയോടുകൂടി ഇരുന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സഭയുടെ ശ്രദ്ധയ്ക്കകത്തുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ജയിലിലെ സൂപ്രണ്ടിന് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അയ്യോ, മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ സഭ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുമ്പോ ജയിലിന്റെ സമുച്ചയം മുഴുവൻ സൈലന്റാ. എടാ, ഇത്രയും സംവിധാനമുള്ള ജയിലിനകത്ത്, കാരാഗ്രഹത്തിനകത്ത് നിന്ന് പത്രോസ് പുറത്തു വരണേ, ഒരു ചങ്ങലയെങ്കിലും അഴിക്കുമ്പോൾ എന്തേലും ഒരു കരകര ശബ്ദം കേൾക്കണ്ടേ എന്ന് പറഞ്ഞാൽ സഭയുടെ ശ്രദ്ധയ്ക്കകത്തുള്ള പ്രാർത്ഥന ആമേ ശത്രുവിന്റെ കണ്ണും കാതും പൂട്ടിക്കളഞ്ഞ് അവന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകലെന്ന് ആമേ, സ്തോത്രം, ഇതിനെ മനസ്സിലാക്കി എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നിന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ചിലതിന്റെ കണ്ണ് മൂടാൻ
ചിലതിന്റെ കാതുമൂട, ചിലതിന്റെ ദിശ തെറ്റിക്ക. എന്റെ അപ്പൻ അറിയാമെങ്കിൽ ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചോ. നിന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ചിലതിന്റെ കോൺസെൻട്രേഷൻ കളയും, ചിലതിന്റെ ദിശ മാറ്റും, ചിലതിന്റെ സാഹചര്യം തിരിക്കും. യെസ്, ഹല്ലേലൂയ. അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഊടാടി നടക്കുന്ന പിശാചിന്റെ കണ്ണ് പോലും ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് അവന്റെ ചിന്ത പോലും മാറ്റും. സ്തോത്രം, 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 സ്തോത്രം. ഇത് പകൽ ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുക. നിന്റെ മുറിക്കകത്ത് മുഴങ്കാലം മടങ്ങട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മുഴങ്കാലൊന്ന് മടങ്ങട്ടെ. ഹല്ലേലൂയ. വാദമാണെന്ന് വേദനയാണെന്ന് പറഞ്ഞിരിക്കാതെ ആ മുഴങ്കാലൊന്ന് മടക്കുക. ആമേൻ, 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 ആമേൻ. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് വളരെ ഫലമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിക്കേ, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. പക്ഷെ അവിടെ ഒരു പ്രശ്നം. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ എന്തൊക്കെ വിഷയം കിടക്കണേ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്? 1, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. 2, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ശ്രദ്ധയുണ്ട്, പക്ഷെ മറ്റൊരു സൈഡിൽ എന്തില്ല? വായിച്ചോ, സ്തോത്രം, ഹല്ലേലൂയ. മുട്ടിയാറേ. അപ്പൊ പത്രോസ് ജയിലിൽ നിന്ന് വന്നിട്ട് എവിടെ വന്ന് കഥക് മുട്ടി? പ്രാർത്ഥിക്കുന്നിടത്ത് വന്ന് കഥക് മുട്ടിയച്ചാ. അവിടെ ലൈവ് പ്രാർത്ഥന നടക്കുക. സ്തോത്രം, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. യോഹന്നാന്റെ മറിയയുടെ വീട്ടിൽ എന്ത് ചെയ്യുക? നടന്നുകൊണ്ടിരിക്കുക, കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുക. ആശീർവാദം പറഞ്ഞിട്ടില്ല, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. പക്ഷേ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ആര് വന്ന് കഥക് മുട്ടുക? പത്രോസ് മുട്ടുക. സ്തോത്രം. എന്നിട്ട് ഈ മുട്ടൽ കേട്ടിട്ട് ഓടി വന്ന ആരാണ്? ബാല്യക്കാരി. ആര്? ബാല്യക്കാരി ഓടി വന്നു. ഓടി വന്നിട്ട് എന്ത് കേട്ടു? പത്രോസിന്റെ ശബ്ദം കേട്ടു. അപ്പൊ പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോഴേ പുള്ളിക്കാരിക്ക് പിടികിട്ടി. ആരാ? പത്രോസാ. എടാ, ഇന്നലെ പിടിച്ചോണ്ട് പോയ, തലേന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്ക് മുമ്പ് ജയിലിൽ പിടിച്ചോണ്ട് പോയവനാ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് കഥക് മുട്ടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവക്ക് വെപ്രാളം കൊണ്ട് എന്ത് ചെയ്ത്? തിരിഞ്ഞോടി. കഥക് തുറക്കാതെ വെപ്രാളം കൊണ്ട് അകത്തോട്ട് ഓടിയിട്ട് ഇവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അകത്തിരിക്കുന്നവരോട് എന്ത് പറഞ്ഞു? സ്തോത്രം. പത്രോസ് എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുന്നമേ ആ കൂട്ടായ്മയ്ക്കകത്ത് സാക്ഷ്യം പറയുക. അത്ഭുത സാക്ഷ്യം, അതിശയകരമായ സാക്ഷ്യം. മനസ്സിലായില്ല? അതാ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന സഭയ്ക്കകത്ത് നടക്കുമ്പം സ്തോത്രം, ചൂടപ്പം വിറ്റഴിക്കുന്നത് പോലെ അല്ലെ, ലൈവ് എന്ന് പറയുന്ന പോലെ. നമ്മൾ കേട്ടില്ലേ ലൈവ് ഫുഡ് അല്ലെ? സ്തോത്രം, അതുപോലെയാ ലൈവ് സാക്ഷ്യം പറയുക. എന്താ? സ്തോത്രം, ബാല്യകാര്യത്തിൽ വന്ന് സാക്ഷ്യം പറയുക. സ്തോത്രം, സ്തോത്രം. മനസ്സിലായില്ല. ഇവിടെ ഈ സഭയ്ക്കകത്ത് ശ്രദ്ധയോടുകൂടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഓടിച്ചെന്ന് തങ്കമാമ അച്ഛമാമ എന്ത് ചെയ്തു? സ്തോത്രം, വാതിൽ തുറന്നിട്ട് നമ്മളോട് പറയുകയാണ്, ആമേ ദൈവമക്കളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. തന്റെ പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് അറിയാവോ? നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിന്റെ മറുപടിയാ. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ലൈവായിട്ട് സാക്ഷ്യം പറയുന്നു. ഇത് പകൽ ഞാൻ പറയാം, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ചില അത്ഭുത സാക്ഷ്യങ്ങൾ ജനിപ്പിക്കുക സ്വർഗത്തിന് കഴിയുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് ചില അത്ഭുത സാക്ഷ്യങ്ങൾ നിന്റെ ആദരത്തിലൂടെ മുഴങ്ങപ്പെടും. നിന്റെ സഭയിൽ നീ എഴുന്നേറ്റ് പ്രഘോഷിക്കൂ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ആമേൻ പറഞ്ഞു. നീ ഭാരപ്പെട്ട വിഷയത്തിന്റെ മേൽ, നീ വേദനിച്ച വിഷയത്തിന്റെ മേൽ നീ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നീ ലൈവ് സാക്ഷ്യം പറയും. സ്വർഗം നിനക്ക് അനുകൂലമാണ്, സ്വർഗം നിനക്ക് അനുകൂലമായി നിൽക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചു. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവജനത്തിന്റെ ഹൃദയത്തിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ ആലയത്തിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ആമേൻ. സാക്ഷ്യം ഓൺ ദ സ്പോട്ടിൽ സാക്ഷ്യം. അതാ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലം. സ്തോത്രം, അനുഭവിക്കണോ? ചുമ്മാ ഇത് കേട്ടാ പോയാ മതിയോ?
ചുമ്മാ പാസ് പ്രസംഗിച്ചിട്ട് പത്രോസിന്റെ കഥ കേട്ട് പോയാൽ മതിയോ? പോരാ പോരാ. നമ്മുടെ ജീവിതത്തിലും വളരെ ഫലം പ്രാപിക്കുന്നതും കാണുന്നതുമായ അനുഭവങ്ങൾ സ്വർഗ്ഗം നമുക്ക് നൽകി തരണം. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ, വിശ്വാസത്തോട് കൂടി പ്രാർത്ഥിച്ചോ, ശ്രദ്ധയോട് കൂടി പ്രാർത്ഥിച്ചോ. അതിന് 14-ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അകത്തോട്ടോടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്നറിയിച്ച് സ്തോത്രം. മതി. ശ്രദ്ധിച്ചേ, ശ്രദ്ധയോടുകൂടി സഭയിരുന്ന് എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കുക. ബാല്യക്കാരത്തി ഒന്ന് പറഞ്ഞു, പത്രോസ് വെളിയിൽ നിന്നുണ്ട്. പക്ഷെ അകത്തിരുന്ന് ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനക്കാര് എടുത്തവായി ബാല്യക്കാരത്തോട് എന്ത് ചോദിച്ചു? നിനക്ക് ഭ്രാന്തുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് അവൻ ഭ്രാന്താണെന്നും വട്ടാണെന്നും അല്ലേ? സ്തോത്രം. പറയത്തക്ക നിലവാരത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനാണ്. സ്തോത്രം. ആമേൻ ആമേൻ. പുറമേ ഉള്ളവർ നോക്കുമ്പോൾ, പുറമേ ഉള്ളവർ വീക്ഷിക്കുമ്പോൾ ആമേൻ സ്തോത്രം, അവന് ഭ്രാന്ത. ഈ നട്ടുച്ചയ്ക്ക് പുസ്തകം പൊക്കി നടക്കുക, ഉപവസിച്ച് നടക്കുക, പ്രാർത്ഥിച്ച് നടക്കുക, വേറെ പണിയില്ല എന്നൊക്കെ പലരും പറയും. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, കൂടപ്പിറപ്പിൻ്റെ മുമ്പിൽ, കൂട്ടു സഹോദരങ്ങളുടെ മുമ്പിൽ അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയാത്ത വിധത്തിൽ അത്ഭുതകരമാകുന്ന വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനാണെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നിനക്ക് ഭ്രാന്തുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ആ ഒരൊറ്റ ചോദ്യം മതി. ശ്രദ്ധയുണ്ടായിരുന്നു, പക്ഷേ ഒറ്റ ചോദ്യം, നിനക്ക് ഭ്രാന്തുണ്ടോ? ഒറ്റ ചോദ്യം. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം സഭയ്ക്കകത്ത് ശ്രദ്ധയുണ്ട്, പക്ഷേ പാസ്റ്റർ പറഞ്ഞതല്ലേ ശ്രദ്ധിച്ചിരിക്കുക അല്ലേ? എൻ്റെ മനസ്സ് ഇടത്ത് അങ്ങ് പോകരുത്, ലക്ഷ്യം തെറ്റാതെ ഇരിക്കുക. പക്ഷെ അകത്തെന്തില്ല? സ്തോത്രം. ദൈവമക്കളെ, വളരെ ഫലം തരുന്നതാ ശ്രദ്ധയോട് കൂടിയതും വിശ്വാസത്തോടുമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നതാ. ഇന്ന് പകൽ നമ്മുടെ കാലങ്ങളായുള്ള ആത്മീക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത്, നമ്മൾ എങ്ങനെയാണോ പ്രാർത്ഥന കൊണ്ടു നടന്നത്, ഇന്ന് പകൽ തീരുമാനമെടുത്തു, കർത്താവ് എനിക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ശീലിക്കണം, എനിക്കിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് പഠിക്കണം, എനിക്കൊന്ന് ശ്രദ്ധയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊന്ന് വിശ്വാസത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള കൊതി നമ്മുടെ അകത്ത് ഉത്ഭവിച്ചാൽ തിരുവചനം പഠിപ്പിക്കുന്നു വളരെ ഫലപ്രദമായിരിക്കും, വളരെ ഫലപ്രദമായിരിക്കും. നമ്മൾ വായിച്ച വാക്യം അങ്ങനെയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഒന്നുകൂടി കുറിവാക്യമുണ്ട്, ആമേൻ എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ, ഒന്നുകൂടെ വായിച്ചാട്ടെ. യെസ്. ആമേൻ സ്തോത്രം. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഒന്ന്, നിന്റെ വിശ്വാസത്തിൽ എന്തുണ്ട്? രക്ഷയുണ്ട്. രണ്ട്, നിന്റെ വിശ്വാസത്തിൽ എന്തുണ്ട്? ആമേൻ സ്തോത്രം, ഒരു എഴുന്നേൽപ്പുണ്ട്. ആമേൻ. അടുത്തത്, അവനോട് ക്ഷമിക്കും. ആമേൻ. രക്ഷയുണ്ട്, എഴുന്നേൽപ്പുണ്ട്, ക്ഷമയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇതെന്താണ്? വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, ഈ ഭാഗത്തെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ അവസാനം പറഞ്ഞു നിർത്തുന്ന 16-ന്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് വായിച്ചു. യാക്കോബിന്റെ ലേഖനം